ടോപ്പിക്കിലേക്ക് വരുന്നതിന് മുമ്പ് 2 മിനിറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് നോക്കുക. എങ്കിലേ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യുന്ന സീരീസിൽ നിങ്ങൾ ഫോളോ ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു സീരീസിൽ ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ആദ്യമേ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു കുറച്ച് ഗ്യാപ്പായി നമ്മളൊരു വീഡിയോസൊക്കെ ചെയ്തതിന് ശേഷം. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് വന്നിട്ട് വീണ്ടും അത് കണ്ടിന്യൂ സാധിച്ചില്ല. അപ്പോൾ ഇനി നമ്മൾ കൃത്യമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഏത് രീതിയിലാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ മാത്രം നിങ്ങൾ നിന്നാൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാനത് പറയാൻ പോകുന്നത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കോൺസെപ്റ്റ് ക്ലാസ്സുകളൊക്കെ, അത് കണ്ടന്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. നമ്മൾ വീണ്ടും, പക്ഷേ അത് 1-2 വർഷമൊക്കെ ആയി നമ്മൾ എടുത്തിട്ട്, അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, ഈ കണ്ടന്റ് ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് 10th ലെവൽ ബേസിൽ, അല്ലെങ്കിൽ ഏത് എക്സാംസിൻ്റെയും ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ബേസിക് ഒരുപാട് പേരുണ്ട് മാത്സിന് ബേസ് കിട്ടാത്തവർ. അപ്പോൾ ബേസ് കിട്ടാത്തത് കൊണ്ട് മാത്സ് എക്സാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല, എനിക്ക് ഞാൻ ഉദ്ദേശിച്ച എയിമിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചില്ല, എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അവരോട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഒരു ബേസ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ ടോപ്പിക്കിൽ നിന്ന് BODMASൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പതിയെ ഹയർ ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് പോവുകയും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം കോൺസെപ്റ്റ് പഠിക്കുന്നു, പിന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നു. ദെൻ നമുക്ക് ഒരു 2-3 ടോപ്പിക്കുകളാകുമ്പോൾ നമ്മൾ എല്ലാവരോടും ചേർന്ന് ലൈവ് ക്ലാസ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട് നോക്കുന്നത്, ഈ ഒരു സീരീസിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂട്ടായിട്ടുള്ള ഒരു സഹകരണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നിങ്ങളിനി എത്ര പേര്, നമ്മൾ വ്യൂസ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും എത്ര ആണെങ്കിലും നമ്മൾ ഒരാളെ ഉള്ളെങ്കിലും നമ്മളിത് കൃത്യമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അത് ഞാൻ ആദ്യമേ വാക്ക് തരികയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് BODMAS ആണ്. ഏറ്റവും ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. BODMAS വളരെ ചെറിയൊരു കാര്യമായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. കാര്യം അതിനകത്ത് ഒരുപാട് നമുക്ക് തെറ്റിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബേസ് ലെവലിൽ ചിന്തിക്കുമ്പോൾ കുറച്ച് തെറ്റാണ് സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ BODMASൽ നിന്നൊരു ക്വസ്റ്റ്യൻ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കാര്യം ഭയങ്കര വിഷമമായിരിക്കും നമുക്ക് എക്സാം കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എല്ലാ മാർക്കും നമുക്ക് സ്കോർ ചെയ്ത് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യണം. ആ ഒരു ലെവലിലായിരിക്കും നമ്മൾ പറഞ്ഞു പോവുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എത്രയേ ഉള്ളൂ, ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ 1, 2, 3 ദിവസം കൊണ്ടൊക്കെ നമ്മൾ ടോപ്പിക്ക്, വലിയ ടോപ്പിക്കാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് വരിക. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, മുൻവർഷ ചോദ്യങ്ങളും കുറേ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ മാത്രം നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ജോയിൻ ചെയ്യാം. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ടോപ്പിക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ എനിക്കത് പേഴ്സണലി ഇതായി കാണുന്ന വാട്സപ്പ് നമ്പറിലോ ടെലഗ്രാമിലേക്കോ മറ്റോ നിങ്ങൾ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരിക. അപ്പോൾ ഞാൻ അത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. നിങ്ങളെല്ലാം ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് നമുക്ക് സെറ്റായി വരാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ശ്രമിച്ചാൽ മാത്രമേ, കൂട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന എയിമിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ കൂടെ കൂടി വർക്ക് ചെയ്ത് പോകാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോരുക. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് തന്നെ പോവാം. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്ന ടോപ്പിക് എടുക്കുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ആദ്യമേ തരാൻ ശ്രമിക്കാം. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യുന്നതിന് മുമ്പേ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ അപ്പോഴേ നിങ്ങളുടെ അരമണിക്കൂർ വെറുതെ കളയേണ്ട ആവശ്യമില്ല, സ്കിപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അതായിരിക്കും നമ്മൾ പോകുന്നത്, അങ്ങനെയായിരിക്കും നമ്മൾ പോകുന്നത്. സോ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് എന്താണ് BODMAS എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം സമയം എടുത്തത് എന്താണ് നമ്മൾ ഈ സീരീസിൽ ചെയ്യാൻ പോകുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഒരിക്കലും ഒരു വീഡിയോസിന് മുമ്പ് ഇങ്ങനെ ഒരു കഥ പറയാനായിട്ട് നിൽക്കില്ല. ഓക്കെ, അതും ഞാൻ ഉറപ്പ് തരികയാണ്. എനിവേ, നമുക്ക് BODMASലേക്ക് വരാം. അപ്പോൾ BODMASനകത്ത് ബ്രാക്കറ്റ്, ദെൻ ഓർഡറാണ്, ഡിവിഷനാണ്, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷനാണ്, സബ്ട്രാക്ഷനാണ്. ചിലർക്ക് ഈ O എന്താണെന്ന് സംശയമുള്ള ഒരുപാട് പേരുണ്ട്. എന്താണ് O എന്ന് സംശയമുള്ള ഒത്തിരി പേരുണ്ട്. ആ O എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ ഓർഡർ എന്നാണ് പറയുക. എന്താണ് ഓർഡർ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ് ഒരു ക്വസ്റ്റ്യൻ, അത് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റ് ചെയ്യാൻ പാടുള്ളൂ, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, അതിലെന്താണ് ഓർഡർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു പോവാം, ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നോക്കി, 6 ഡിവൈഡ് ബൈ 3 + 2 + 5 ഇങ്ങനെ കിടക്കാണ് -3. ഇതിൽ ഡിവിഷനുണ്ട്, പക്ഷേ ഡിവിഷൻ ആദ്യം ചെയ്യാൻ പാടില്ല. എന്തേ ആദ്യം ചെയ്യാൻ പാടുള്ളൂ? ബ്രാക്കറ്റ്. സോ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുക, അല്ലേ? സോ നമ്മൾ എങ്ങനെ എഴുതും? 6 ഡിവൈഡ് ബൈ 3 പ്ലസ് ഇത് ചെയ്ത് 7 എന്ന് എഴുതും, -3. പിന്നെ ആരെ ചെയ്യും? 6 ഡിവൈഡ് ബൈ 3 2 എന്ന് ചെയ്യും, 2 + 7 -3. പ്ലസും മൈനസും വന്നാൽ എങ്ങനെ ഏതായാലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമുക്ക് ഈ ഓർഡറിൽ പോകാം. 2 + 7 9, 9 - 3 എന്ന് പറയുന്നത് 6. ഓക്കെ അല്ലേ? പ്ലസും മൈനസും വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയോട് ചെയ്യാം? 7 - 3 എത്രയാണ്? 4, 4 + 2 6, അങ്ങനെ എന്തെങ്കിലും കിട്ടും. പ്ലസ് മൈനസ് ആണെങ്കിൽ ഏത് ഓർഡറും ചെയ്യാം, പ്രശ്നമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ലേ? ഇനി എന്താണ് ഓർഡർ? അപ്പോൾ നമ്മൾ പറയാൻ പോവാണേ. 5 × 2 - 6 × 2⁻³ + 5. ഇതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ഡിവിഷൻ ഡിവൈഡ് ബൈ 5 നടക്കട്ടെ. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇല്ല. സോ അത് കഴിഞ്ഞാൽ ഈ ഓർഡർ എന്ന് പറയുന്നത് പവർ
അല്ലെങ്കിൽ റൂട്ട് ഇതൊക്കെ വന്നാൽ അതാണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റിന് ശേഷം അതാണ് ആദ്യം ചെയ്യുന്നത്. എന്താ പവർ എന്ന് വെച്ചാൽ കൃത്യങ്കമായിട്ട് വരുന്ന സാധനം. അതാ നോക്കിയേ 2⁻³ എന്ന് വന്നേക്കുന്നത് കണ്ടോ, 2³ അപ്പോൾ ഇതിൽ 2³ ആദ്യം ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി ചെയ്യാം. അതായത് ഇവിടെ ഇതെല്ലാം എഴുതി 5 × 2 എന്ന് എഴുതി -6 × 2 8 ആണ്. 8 എന്ന് എഴുതിയതിന് ശേഷം മാത്രമേ ബാക്കി ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം പവർ ചെയ്യണം. സ്ക്വയർ റൂട്ട് വന്നാൽ സ്ക്വയർ റൂട്ട് ആദ്യം ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഞാനിത് പറയാൻ കാര്യം ചിലർ ഇങ്ങനെ ചെയ്യാറുണ്ട്. 6 × 2³ എന്ന് വന്നു കഴിഞ്ഞാൽ ചിലർ 6 × 2 12 എന്ന് എഴുതി 12ന്റെ ക്യൂബ് എടുക്കാറുണ്ട്. അതിന് ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഞാൻ ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത് എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്തതും ഇങ്ങനെയാണ്, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഒരു നാണക്കേടുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. ഇനി ഇതിനിടയ്ക്ക് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടേ ബാക്കി ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതാണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. ഈ റൂട്ട് എവിടെയെങ്കിലും വന്നാൽ ഇപ്പോൾ 5 × 2 -4 × 3 പ്ലസ് √5 × 4 + 6 എങ്കിൽ ഈ റൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ പ്രയോറിറ്റി അതാണ് ഈ ഓർഡർ എന്ന് പറയുന്നത്. ഒന്നുകിൽ പവർ അല്ലെങ്കിൽ റൂട്ട്. ഓക്കെ, സോ അത് ചെയ്തിട്ടേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇത് നമുക്ക് ഇനിയും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കോൺസെപ്റ്റുകൾ ചോദിച്ചിട്ടുള്ളത്. ഇത് വേറെ കഥയൊന്നും പറയാനില്ല. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് പോവുക. നെക്സ്റ്റ് വീഡിയോ നമുക്ക് അവിടെ പറയാൻ പറ്റില്ല, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ആ ഡൗട്ടിന് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാം. സോ നമുക്ക് ഇന്നത്തെ ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് ബോഡ്മാസ് തീരില്ല, നെക്സ്റ്റ് എപ്പിസോഡിലൂടെ തീരത്തുള്ളൂ. അപ്പോൾ ഇന്ന് 15 ക്വസ്റ്റ്യൻസ് പഠിക്കാം. 15 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. ആദ്യത്തെ 6 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന 15 ചോദ്യങ്ങളിൽ ആദ്യത്തെ 6 ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും ബേസ് ലെവലിൽ നിന്നും ഹയർ ഓർഡറിലേക്കാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അങ്ങനെ പഠിച്ചിട്ട് നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ ചോദ്യങ്ങൾ പഠിക്കുന്നു. ഈ ഹയർ മീൻസ് ബോഡ്മാസിനകത്ത് അത്രയും വലിയ ചോദ്യങ്ങളൊന്നും ഇല്ല, എങ്കിലും നമുക്ക് കൺഫ്യൂസിങ് ആയി പോകുന്നത് ചിലപ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം, വ്യക്തമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ആദ്യമേ ഞാൻ ക്വസ്റ്റ്യൻ തരുമ്പോഴേ ഞാൻ ചെയ്യുന്ന നോക്കി നിൽക്കേണ്ട, സ്വന്തമായിട്ട് ഈ 6 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻ നമ്മളിന്ന് 15 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഈ 15 ചോദ്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തപ്പോൾ 15ഉം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ താഴെ പറയുക. നിങ്ങൾക്ക് എത്രയാണ് തെറ്റിയും താഴെ പറയുക. നിങ്ങളുടെ മൈൻഡ് പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് പറയാൻ തോന്നുമെങ്കിൽ തീർച്ചയായിട്ടും താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ഈ 15 എത്രയാണെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് കൂടെ ഒന്ന് സത്യസന്ധമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കൂടി നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത് ചോദ്യം നോക്കാം. എന്താണ് 9 + 6 / 3 + 5 × 2? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, ബേസ് ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. ബോഡ്മാസ് അനുസരിച്ച് നമുക്കറിയാം എന്താണ്, നമ്മൾ ബ്രാക്കറ്റില്ല, ഓർഡർ എക്സ്പോണൻ്റ് ഒന്നും ഇല്ല, ദെൻ ഡിവിഷനാണ് കിടക്കുന്നത്. ഡിവിഷന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു. നമ്മൾ ഡിവിഷൻ ആദ്യം ചെയ്യുന്നു. മീൻസ് നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് ആലോചിക്കാം. എന്താ നമ്മൾ ഇതല്ലേ ആദ്യം ചെയ്യുന്നത്? 6/3 നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 6/3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 2 കിട്ടും അല്ലേ? അപ്പോൾ ബാക്കി നോക്കിയാൽ 9 പ്ലസ് അത് 2 ആയി. ശരിയല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളിൻ്റെ മുകളിൽ ചെയ്തങ്ങ് പോയാൽ മതി. നമ്മൾ വെറുതെ എഴുതി സമയമൊന്നും കളയണ്ട. അപ്പോൾ ഇനി നോക്കി നമ്മൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ 9 + 2 ആയി. ഇനി ബാക്കി 5 × 2 കിടക്കുന്ന ഒരുമിച്ച് ചെയ്തങ്ങ് പോകണം. രണ്ടാമത് ചെയ്യാൻ നിൽക്കണ്ട. 5 × 2 കാര്യം ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ 5 × 2 എത്ര കിട്ടും? നമുക്ക് 10 കിട്ടും അല്ലേ? നമ്മളിനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് ഇത് തന്നെ കിട്ടും. എങ്ങനെയാണ്? 9 + 6 / 3 ചെയ്യുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. ദെൻ പ്ലസ് 5 × 2 എഴുതി. അടുത്ത എന്താ ചെയ്യുന്നത്? വീണ്ടും ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്. അതായത് 9 + 2 + 10 എന്ന് എഴുതും. അപ്പോൾ അത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിലങ്ങ് എഴുതാം. ശരിയല്ലേ? ഇനി ഇത് കൂട്ടി നോക്കിയേ. 9 × 2 = 11, 11 × 10 = 21. ഇതാ രണ്ടാമതാണ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കിട്ടിയോ നോക്കുക. ദെൻ അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. എന്താണ്? 23 × 5 - 12 / 3 + 20. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നോക്കാം. ഇവിടെ തന്നെ നോക്കാം. 12/3. അപ്പോൾ 12/3 ആകുമ്പോൾ എന്തായിരിക്കും? അത് നമ്മൾ ആദ്യം ചെയ്യും 4 എന്ന് എഴുതുന്നത് നമ്മളല്ലേ? സോ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 4 ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഏതായിരിക്കും ചെയ്യുന്നത്? 23 × 5 ആയിരിക്കും ചെയ്യുന്നത്. ശരിയല്ലേ? 23 × 5 ഗുണിക്കുമ്പോൾ എന്ത് വരും? 5 3 15, 2 10 1 11 അല്ലേ? 115 അല്ലേ കിട്ടുക? സോ നമുക്ക് നോക്കാം. എന്താണ്? 115 - 4 + 20 അങ്ങനെയല്ലേ? ശരിയല്ലേ? 115 - 4, ഈ ചിഹ്നം മറന്നു പോരുത്. -4 ആണ്, + 20. അപ്പോൾ നമുക്ക് എന്ത് വരും? 115 - 4 111 + 20 131. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 131. എളുപ്പമല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 എളുപ്പമുള്ള ചോദ്യം. ഇനി അടുത്തതിലേക്ക് ബ്രാക്കറ്റും കൂടെ ഉള്ള ക്വസ്റ്റ്യൻ വരികയാണ്. അതായത് നമ്മൾ പറയുന്നത് പോലെ ബേസ് ലെവലിൽ നിന്ന് കുറച്ച് മാറ്റം വന്ന് വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ്. നോക്കാം നമുക്ക്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് 2 രീതി ചെയ്യാം. ഒന്ന് 7 × 12 + 9 / 3 - 9.
ഡിവിഷൻ ഉണ്ട്, പക്ഷേ ഡിവിഷന് മുമ്പ് പ്രയോറിറ്റി ആർക്കാണ്? ബ്രാക്കറ്റിനാണ്. നമുക്കറിയാം BODMAS അല്ലേ, B അല്ലേ. സോ ബ്രാക്കറ്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. നമ്മൾ ആദ്യം ആരെ ചെയ്യുന്നു? ബ്രാക്കറ്റിനെ ചെയ്യുന്നു. ഇത് രണ്ട് രീതി ചെയ്യുക. ഒന്നുകിൽ ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക, 12 + 9 21 എഴുതുക, അല്ലെങ്കിൽ 7 കൊണ്ട് അകത്തോട്ട് ഗുണിക്കുക. നമുക്ക് ആ രണ്ടാമത്തെ 7 കൊണ്ട് അകത്തോട്ട് ഗുണിക്കുന്ന പരിപാടി വേണ്ട. അത് നമ്മുടെ സാധനം ഇവിടെ ചെയ്യാറില്ല. നമ്മൾ ഈ വേരിയബിൾസ് ഒക്കെ വരുമ്പോഴാണ് അതൊക്കെ ചെയ്യുന്നത്. വിട്ടേക്കാം, നമുക്കത് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പറഞ്ഞോളൂ, ഡയറക്റ്റ് ആയിട്ട് ആലോചിക്കുകയാണേ. നമ്മൾ സ്റ്റെപ്പ് മാക്സിമം കുറച്ച് ആലോചിക്കുകയാണേ. എങ്ങനെയാണ് ഇതെന്തായിട്ട് മാറും? ഇത് 12 + 9 21 ആയിട്ട് മാറി. അപ്പോൾ ഇതങ്ങ് 21 ആയില്ലേ? ബാക്കി 7 × 21 ഡിവൈഡ് ബൈ 3 -9. അപ്പോൾ 21 ഡിവൈഡ് ബൈ 3 അല്ലേ പിന്നെ ചെയ്യാം നമ്മൾ. കാര്യം ഇൻറ്റു എന്ന് പറയുന്നത് ഡിവിഷനും ശേഷമല്ലേ വരുള്ളൂ. സോ ഹരണം ചെയ്യുന്നു, 21 ഡിവൈഡ് ബൈ 3. ഞാൻ ഇങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ പറയുക, അതായത് സ്റ്റെപ്പൊക്കെ എഴുതിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് മാത്സിന് വീക്കായിട്ടുള്ളവരാണ് നിങ്ങൾ കൃത്യമായിട്ട് താഴെ പറയേണ്ടത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ബേസ് ലെവൽ, എൻ്റെ മാക്സിമം ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, എഴുതി ചെയ്യുന്നതിനൊക്കെ ബെറ്റർ പതിയെ ഇമ്പ്രൂവ് ചെയ്ത് ഇതിലേക്ക് വരണം. അതിനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ടും പറയണം കേട്ടോ. കുറച്ച് വീക്കായിട്ടൊക്കെ നിങ്ങൾ വീക്കാണെന്ന് കരുതിയിട്ട് നിങ്ങൾ കുറച്ച് പിറകിലേക്ക് മാറി നിൽക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് എന്നും അങ്ങനെ നിൽക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? 12 + 21 കിട്ടി. 21 ഡിവൈഡ് ബൈ 3 ചെയ്യുന്നു 7 ആണ്. അപ്പോൾ ഫ്രണ്ടിൽ ആരുണ്ട്? ഒരു 7 ഉണ്ട്. ഇൻറ്റു അല്ലേ, ഇതെന്തായി? ഇത് 21 ആയി. ഡിവൈഡ് ബൈ 3 വീണ്ടും 7 ആയി. മൈനസ് ആരുണ്ട്? ബാക്കി 9. ക്ലിയർ അല്ലേ? സിമ്പിൾ ആണല്ലോ, പ്രശ്നമില്ലല്ലോ. 7 × 7 -9. അപ്പോൾ 7 ഇൻറ്റു, ഇനി നമ്മൾ ആദ്യം ചെയ്യുക ഇൻറ്റു ആണ് ആദ്യം ചെയ്യുക. കാരണം ഇൻറ്റു -1 ഉള്ളത്. അപ്പോൾ ഇൻറ്റു ആദ്യം ചെയ്യും. 7 × 7 49. 49 -9 40. ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ? ഇതാവുണ്ട്. സിമ്പിൾ അല്ലേ? പ്രശ്നമില്ലല്ലോ. അടുത്തിലേക്ക് വരാം. എന്താണ് സാധനം? അതായത് കുറച്ചധികം ബ്രാക്കറ്റുകളുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് പറയാം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? നമുക്ക് തുടങ്ങാം അല്ലേ? നമുക്ക് എഴുതി സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഏറ്റവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിലധികം ബ്രാക്കറ്റുകൾ ഉണ്ട് എങ്കിൽ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റിന് സ്റ്റാർട്ട് ചെയ്യണം. അത് പഠിച്ചു വെച്ചോളൂ. ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ്. അപ്പോൾ നോക്കി, ഇതിൽ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ഇതല്ലേ? ഇതാണ് സാധനം. ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത് തുടങ്ങാം. ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ. ഇവിടെ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് പ്ലസ്സും ഉണ്ട്, ഇൻറ്റും ഉണ്ട്. ആരെ ചെയ്യും? ഇൻറ്റുവിനെ ആദ്യം ചെയ്യും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, 4 × 3 12 അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 8 + 12. അതും വീണ്ടും ബ്രാക്കറ്റില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എഴുതാം. വെളിയിൽ നോക്കിയേ, 20 എഴുതുന്നു, മൈനസ് ഈ ബ്രാക്കറ്റ് ഇടുന്നു, ബാക്കി 8 എന്താണ്? 4 × 3 12. കണ്ടോ? അതായത് ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഡിവൈഡ് ബൈ 4 × 4. ശരിയല്ലേ? എന്ത് ചെയ്യും? 20. ഈ 8 + 12 എത്രയാണ്? 20. ശരിയല്ലേ? 20 ഡിവൈഡ് ബൈ 4 × 4. ശരിയല്ലേ? തെറ്റായിട്ട് 20 - 20 കാണുമ്പോൾ ഇത് കട്ട് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് വരരുത്. കാരണം ഇത് BODMAS അനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യം ഡിവിഷനേ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നു? അപ്പോൾ ആലോചിച്ച് നോക്കി, 20 മൈനസ് 20 ഡിവൈഡ് ബൈ 4 എത്രയാണ്? ഇവിടെ 4 5 ആണ് അല്ലേ? അപ്പോൾ ഇത് 5 ആയില്ലേ? ഇൻറ്റു 4 ഇവിടെ ഇല്ലേ? ഇതായി 4. ശരിയല്ലേ? അപ്പോൾ ഇത് കട്ട് ചെയ്യാനൊക്കെ തോന്നും. BODMAS ആണ്, കട്ട് ചെയ്യാനേ പാടില്ല. കാരണം ഡിവിഷൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇത് കാണുമ്പോൾ 20 - 0 എഴുതാൻ തോന്നരുത്. ഓക്കെ, അപ്പോൾ നോക്കി, 5 × 4 എത്രയായി? വീണ്ടും ഇൻറ്റു ആണ് നമ്മൾ ആദ്യം ചെയ്യുക. മൈനസ് ഇട്ടിരിക്കും. 20 മൈനസ് 5 × 4 20. അപ്പോൾ 20 - 20 0. നോക്കിയേ, 0 ഉണ്ടോ നോക്കിയേ? ആ 0 ഉണ്ട്. കണ്ടോ? അപ്പോൾ ഇനി ഇങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി വരുത്തരുത്. ഓക്കെ, സോ അത് കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. 26 - ഒരു നല്ല ഒരുപാട് ബ്രാക്കറ്റുള്ള ചോദ്യം. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഏറ്റവും ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ശരിയല്ലേ? ഏറ്റവും ഉള്ളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 26 - 5 + 12 മൈനസ്, ഇവിടെയൊക്കെ ബ്രാക്കറ്റ്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. 12 മൈനസ്, ദെൻ വീണ്ടും ഒരു ബ്രാക്കറ്റ് 12 - 3. ആ 3 ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു അല്ലേ? +7. ശരിയല്ലേ? ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റ് ഏതാ? ഇതാണ് ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റ്. നമ്മൾ ആദ്യം അത് ചെയ്യുന്നു. ബാക്കിയുള്ള അതുപോലെ എഴുതുന്നു. 26 - 5 ബ്രാക്കറ്റ് കൊടുക്കുന്നു, പ്ലസ് 12 ബ്രാക്കറ്റ് കൊടുക്കുന്നു. ഇവിടെ എവിടെ നോക്കി? 12 - 3 9 അല്ലേ? 9 എഴുതിയ പിന്നെ ബ്രാക്കറ്റ് വേണ്ട. +7. ശരിയല്ലേ? ഈ 12 - 3 ആദ്യം ചെയ്യുന്നു. ഇനി നോക്കി, ഇനിയുള്ളത് ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റ് ഏതാ? ഇതാണ് ബ്രാക്കറ്റ്. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലേ? 2 ബ്രാക്കറ്റ്. ഓക്കെ, ഇതാണ് അടുത്ത ബ്രാക്കറ്റ്. ശരിയല്ലേ? ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. 26 - 5 പ്ലസ് ഇത് ആദ്യം കുറയ്ക്കുന്നു. 12 - 9 3. ശരിയല്ലേ? +7. കാര്യം ഈ ബ്രാക്കറ്റ് പോയി, ഇനി ഒറ്റ ബ്രാക്കറ്റേ ഉള്ളൂ. 26 മൈനസ്, ഇനി ബ്രാക്കറ്റ് അല്ലേ ചെയ്യുക? ബ്രാക്കറ്റിനുള്ള ആദ്യം ചെയ്യണം. 5 + 3 8 +7. ക്ലിയർ അല്ലേ? അപ്പോൾ ബ്രാക്കറ്റ് തീർത്ത് വരികയാണ്. ഉള്ളിലെ ബ്രാക്കറ്റ്, പിന്നെ അതിൻ്റെ പുറത്തെ ബ്രാക്കറ്റ്, അങ്ങനെ തീർത്ത് വരുവാണ്. സോ 26 - 8 18 18 + 7 25 ആൻസർ കിട്ടും. ഉണ്ടോ നോക്കി? 25. ഫസ്റ്റ് ഓപ്ഷൻ.
ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് തെറ്റ് വരാം. ഞാൻ അതിൻ്റെ ആൻസറും ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ക്വസ്റ്റ്യൻ എഴുതി അങ്ങ് ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് തെറ്റ് വരാം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുമ്പോൾ തെറ്റ് വരില്ല എന്നില്ല. അപ്പോൾ തെറ്റ് വരും കൃത്യമായിട്ട് നിങ്ങൾ പറയണം, അത് തെറ്റാണ്, താഴെ ഞാൻ ശരിക്കും തെറ്റാണ്. അപ്പോൾ ഞാനത് നമ്മൾ വീഡിയോയിൽ തിരുത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ കമൻറ്റായിട്ട് താഴെ പിൻ ചെയ്ത് വെക്കും. അപ്പോൾ എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കുകൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുമെങ്കിൽ നിങ്ങൾ താഴെ പറയാം കേട്ടോ. നോക്കാം എന്താ ഈ സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ അല്ലെ, എന്താ സാധനം നോക്കി. 3+8 ഇൻറ്റു 4 മൈനസ് 2 ഇൻറ്റു 4+7 സോറി 4+7 ഇങ്ങനെയല്ലേ. നോക്കി ബ്രാക്കറ്റ് ആദ്യം ചെയ്യാന്നല്ലേ. നോക്കി 3+8 11 അല്ലേ. ഒറ്റ സ്റ്റെപ്പ് ചെയ്യാം എങ്കിലും നമുക്കൊന്ന് എഴുതാം. 11 ഇൻറ്റു 4 മൈനസ് ഇവിടെ നോക്കി 2 ഇൻറ്റു ബ്രാക്കറ്റ് ആദ്യം ചെയ്യും 11. വേണമെങ്കിൽ കോമൺ ഒക്കെ എടുത്ത് ചെയ്യാം, വേണ്ട നമുക്ക് അങ്ങ് ചെയ്തു പോകാം. 11 ഇൻറ്റു 4 44 മൈനസ് 2 ഇൻറ്റു 11 22. കുറയ്ക്കുമ്പോൾ ആൻസർ 22 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. 11 കോമൺ എടുത്തും ചെയ്യാം, 22 ആൻസർ. നോക്കുക, ഇതാണ് ഓപ്ഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക, നിങ്ങൾക്ക് ഇതിൽ എവിടെയാണ് പ്രശ്നം വന്നത് നോക്കുക. എന്തെങ്കിലും പ്രശ്നം, അപ്പോൾ ഈ 6 ക്വസ്റ്റ്യൻ കഴിഞ്ഞു, 6 ക്വസ്റ്റ്യനും ശരിയായി നോക്കുക. ബാക്കി 9 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാനുണ്ട്. 9 കഴിയുമ്പോൾ എത്രയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയത്, അത് ചിലപ്പോൾ മുഴുവൻ ചിലപ്പോൾ തെറ്റായി, നിങ്ങൾ പഠിച്ച് വരുന്നേ ഉള്ളൂ, ചിലപ്പം നിങ്ങൾക്ക് 0 മാർക്കായിരിക്കും. എങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ പറയുക. നമ്മൾ അവിടെ നിന്നുള്ള നമ്മൾ എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. സോ നമ്മൾ നെക്സ്റ്റ് 7 ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണ്. നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് എഴുതിയിടുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നരുത്. നിങ്ങൾക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് എഴുതിയിടുന്നത്. അപ്പോൾ 7 ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ലാസ്റ്റ് നമുക്ക് നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഫാൻസി നമ്പറാണ് അല്ലയോ. അതായത് കംപ്ലീറ്റ് എന്താണ് 3യുടെ കളിയാണ്. നമുക്ക് നോക്കാം ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യും. നമുക്ക് ഒരുപാട് സ്റ്റെപ്പ് ചെയ്യാണ്ടത് ഒഴിവാക്കി ചെയ്ത് നോക്കാം. ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എങ്ങനെ പരിപാടി, ഈ 3/3 നമ്മൾ ആദ്യം ചെയ്യും. ഈ 2 ഡിവിഷൻ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 1 കിട്ടും, ഇവിടെ 1 കിട്ടും. ശരിയല്ലേ. 3/3 1 3/3 1. അത് കഴിഞ്ഞ് നമ്മൾ ഏതായിരിക്കും ചെയ്യുന്നത്, ഈ 3 × 3 ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ ചെയ്ത് പോകാം. ഇത് 1 എന്ന് എഴുതി, ഇത് 1 എന്ന് എഴുതി. കൂടെ നമുക്ക് ആരെ എഴുതാം, 3 × 3 9 എന്ന് എഴുതാം. അതെങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇൻറ്റു ചെയ്തെന്ന് ചോദിക്കരുത്. നമ്മൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞു, പക്ഷെ അങ്ങോട്ട് എത്തിയില്ല. നമ്മൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് 1 കിട്ടിയതിന് ശേഷം ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ നോക്കിയേ, ബാക്കി മൈനസ് 3 × 3 9 മൈനസ് ഇടുന്നു. 3/3 എത്രയാ, 1. ഇൻറ്റു സൈൻ ഇല്ലേ, ഇൻറ്റു ഇട്ടു. ഈ 3/3 എത്രയാ, അത് 1. ബാക്കി ആരുണ്ട്, ഒരു -3, അത് എഴുതുന്നു. ഇനി നമ്മൾ ആദ്യം ആരെ ചെയ്യും, ഇൻറ്റുവിനെ ചെയ്യും. സോ 9 മൈനസ് 1 × 1 1 -3. 9 - 1 എന്ന് പറയുന്നത് 8, 8 - 3 എന്ന് പറയുന്നത് 5. സോ ആൻസർ ഈസ് 5. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഒരു കംപ്ലീറ്റ് ഡിവിഷനാണ്. നമ്പറിംഗ് എന്നൊക്കെയാണ് 1/2/2/3/4 എന്നാണെന്ന് വിചാരിക്കുക. നമുക്ക് നോക്കാം. നമുക്കിത് ചെയ്യാൻ ഒറ്റ എളുപ്പ വഴി എന്ന് പറയുന്നത് ആ ഫസ്റ്റ് നമ്പർ മാത്രം അങ്ങ് ന്യൂമറേറ്റർ അംശത്തിൽ എഴുതുക. ബാക്കി വരുന്ന എല്ലാ നമ്പരും താഴെ എഴുതി അങ്ങ് ഗുണിക്കുക. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് 1/2 × 3 6 6 × 4 24. ഇതായിരിക്കും ആൻസർ. അപ്പോൾ എന്താ ചെയ്യുക, ആദ്യത്തെ നമ്പർ അവിടെ, ഇത് ട്രിക്കാണ് കേട്ടോ. ട്രിക്ക് മാത്രം പഠിച്ച് വയ്ക്കരുത്. കുറേ പേര് അങ്ങനെ ട്രിക്ക് മാത്രം പഠിക്കുന്നവരുണ്ട്. ട്രിക്ക് പഠിച്ചാൽ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് മാറ്റി ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റില്ല. നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ സജഷൻ പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും ലോജിക്ക് കൂടി പഠിക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ഒന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കുക. കാരണം ഏതെങ്കിലും ക്വസ്റ്റ്യൻ ട്രിക്കിൽ നിന്ന് ഒഴിവാക്കി അല്ലെങ്കിൽ മറ്റൊരു നമ്മൾ പഠിച്ച ട്രിക്ക് അല്ലാണ്ട് മറ്റൊരു വഴിയിൽ വളച്ചു തിരിച്ച് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ലോജിക്ക് കൂടെ പഠിക്കാം. നിങ്ങൾ വിചാരിക്കും ഇവിടെ ട്രിക്ക് തന്നെ പഠിക്കാൻ പറ്റില്ല, പിന്നെ ലോജിക്ക്, അത് ചിന്തിക്കുന്നവരുണ്ടാവാം. ഇനി ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾക്കൊണ്ട് പറ്റുമെങ്കിൽ ലോജിക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. ഓക്കെ, ലോജിക്ക് പഠിച്ചുള്ള പ്രത്യേകത വെച്ചാൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും, അതാണ് പ്രത്യേകത. ഓക്കെ, ഇനി ഇതിൻ്റെ റിയൽ തിങ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഈ 2 ഭിന്നസംഖ്യകൾ ഹരിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ വന്നാലും a/b/c/d എന്ന് വന്നാലും a/b/c/d എന്ന് വന്നാലും നമ്മൾ എന്താ ചെയ്യുക, ഒന്നാമത്തെ ഭിന്നസംഖ്യ ഇവിടെയാണെങ്കിൽ a/b, ഇവിടെയാണെങ്കിൽ a/b, ഒന്നാമത്തെ ഭിന്നസംഖ്യ നമ്മൾ അതുപോലെ എഴുതും. ഇത് പിന്നെ എന്ത് ചെയ്യും, ഈ ഹരണചിഹ്നം ഇവിടെ ഇതാണ് ചിഹ്നം, ഇവിടെ ഇതാണ് ചിഹ്നം, ഈ ഹരണചിഹ്നം മാറ്റി എന്താക്കും, ഗുണനമാക്കും. എന്നിട്ട് രണ്ടാമത്തെ ഭിന്നസംഖ്യയെ തിരിച്ചെഴുതും. കണ്ടോ, തിരിച്ചെഴുതും. ഇതാണ് പരിപാടി, തിരിച്ചെഴുതും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ഭിന്നസംഖ്യ അതുപോലെ എഴുതും, ചിഹ്നം മാറ്റി ഗുണനമാക്കും, രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചെഴുതും. അപ്പോൾ ഇതിനാണ് നമ്മൾ പറയുന്നത് വിൽക്രമം കൊണ്ട് ഗുണിക്കുക. തിരിച്ചെഴുതുന്നതിനെ പറഞ്ഞ പേരാണ് വിൽക്രമം. അപ്പോൾ c/d തിരിച്ചെഴുതുന്നതിനെ പറഞ്ഞ പേരാണെന്ത്, വിൽക്രമം. അപ്പോൾ അതാണ് d/c വിൽക്രമം കൊണ്ട് ഗുണിക്കുക. ഇതാണ് കോൺസെപ്റ്റ്. എങ്കിൽ നിങ്ങളെ നോക്കിയേ, ഇവിടെ എന്താ പരിപാടി, 1 എഴുതുകയാണ്. 2ൻ്റെ വിൽക്രമം എന്താ, /2 അല്ലേ. അപ്പോൾ ഡിവിഷൻ ആണെങ്കിൽ തിരിച്ചിട്ട് ഗുണിക്കുക, വിൽക്രമം കൊണ്ട് ഗുണിക്കുക. 2ൻ്റെ വിൽക്രമം എന്താണ്, 1/2 ആണ്. സോ നമുക്ക് 1 എഴുതുന്നു, ചിഹ്നം ഇൻറ്റു ആക്കണം, 1/2 എഴുതണം. ശരിയല്ലേ. അവിടെ നോക്കിയേ, /3 3 എന്ന് പറഞ്ഞാൽ 3/1 അല്ലേ, ഇൻറ്റു ആക്കണം, വിൽക്രമം എഴുതണം. കണ്ടോ, അവിടെ നോക്കിയേ, /4 അല്ലേ, 4/1, വിൽക്രമം ഇടുമ്പോൾ ഇൻറ്റു 1/4.
അതായത് വിൽക്രമം കൊണ്ട് ഗുണിക്കുക എന്നുള്ള കോൺസെപ്റ്റാണ് ഞാനിങ്ങനെ എഴുതി. ഇനി നമുക്ക് സംശയമുള്ള ഒരുപാട് കാര്യങ്ങളാണ്. നമുക്ക് മിഡിലിൽ പ്ലസ് വരുമ്പോഴും മൈനസ് വരുമ്പോഴും മാത്രമേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്ന് മനസ്സിലങ്ങ് ഉറപ്പിച്ച് വയ്ക്കാം. ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ A/B അല്ലെങ്കിൽ 2/3 ഇൻറ്റു 5/6 കിടക്കാണ്. ഇത് ക്രോസ് അല്ലേ ചെയ്യേണ്ടത്? ക്രോസ് അല്ല. നിങ്ങൾ പഠിക്കേണ്ടത് ഇത് ഡിറക്റ്റ് മൾട്ടിപ്ലിക്കേഷനാണ്. ക്രോസ് ചെയ്യുന്ന എപ്പോഴാണ്? മിഡിലിൽ പ്ലസ്സോ മൈനസോ വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഉറപ്പിച്ച് തലയിൽ പഠിച്ചു വെച്ചോളുക. മിഡിലിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ് വരുമ്പോൾ മാത്രമേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുള്ളൂ. ഇൻറ്റു വരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ആണ് ചെയ്യുന്നത്. നോക്കി, ഇവിടെ ഇൻറ്റു അല്ലേ ഇടയിലല്ല, ക്രോസ് ചെയ്യില്ലല്ലോ. ഇതിന് താഴെ 1 ഇല്ലേ, മുകളിലെല്ലാം കൂടെ മൾട്ടിപ്ലൈ 1 × 1 × 1 × 1 1 താഴെ 1 × 2 2 × 3 6 6 × 4 24 കണ്ടോ. ഇതിനെയാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇതാ ഇങ്ങനെ ചെയ്താൽ കളഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ ലോജിക്ക് പഠിച്ചു, നമ്മൾ ട്രിക്കും പഠിച്ചു. അങ്ങനെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞപ്പോൾ 1/24 ആൻസർ അല്ലേ. നമ്മൾ എന്തിലേക്ക് വരികയാണ്? ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചധികം ബ്രാക്കറ്റ് ഉണ്ട്. ഇതാണ് ഏറ്റവും ഉള്ളിലെ ബ്രാക്കറ്റ് അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം, ഒന്ന് പറഞ്ഞേ. നമ്മൾ ആദ്യം ആരെ ചെയ്യും? 6 × 2. കാര്യം ഈ ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. 6 × 2 12. അപ്പോൾ ഈ സാധനം മാറി എത്രയായി? 12 ആയി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ബാക്കി ആലോചിക്കാം. 8 - 12 അല്ല, ബാക്കി ചെയ്യേണ്ട 8 - 12. 8 - 12 മാറും -4 ആയിട്ട്. കാര്യം 8 - 12 വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. അപ്പോൾ 8 - 12 4 അല്ലേ. എങ്ങനെ കിട്ടും? 12 - 4 വലുതിൻ്റെ ചിഹ്നം 12 ചിഹ്നം മൈനസ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സംശയം ഇനി ഇതല്ല, എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ബേസ് എനിക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ പറയുക, നമ്മൾ കൃത്യമായിട്ടും പറയാം, അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തും. തീർച്ചയായിട്ടും പറഞ്ഞോളാം. പഠിച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് പോകണം. അപ്പോൾ 8 - 12 എന്താണ്? -4. അപ്പോൾ ഇത്രയും കൂടി ചേർത്ത് എന്തായിട്ട് മാറും? -4 എന്ന് മാറും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ബാക്കി എന്താ വരിക? 9 ഉണ്ട്, മൈനസ് ഇട്ടു. ബ്രാക്കറ്റിൽ എന്തുണ്ട്? 8 ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഒരു മൈനസ് ഉണ്ടോ? -4 ÷ 4 കണ്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 2 മൈനസുകളാണ്, 2 ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നതിൻ്റെ അർത്ഥം അത് തമ്മിൽ ഗുണിക്കണം എന്നാണ്. അതായത് മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യണം എന്നാണ്. അതായത് മൈനസ് ഇൻറ്റു മൈനസ് എത്രയാണ്? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ 2 ചിഹ്നങ്ങൾ അടുത്തടുത്ത് വന്നാൽ, ഇതുപോലെ ചേർന്ന് വന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഗുണിക്കണം എന്നാണ്. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് 9 - 8 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് +4 ÷ 4. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഏതാ ചെയ്യുക? ഡിവിഷൻ ആദ്യം ചെയ്യും. ഒറ്റ സ്റ്റെപ്പിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. 4/4 1 ശരിയല്ലേ? അപ്പോൾ ഇവിടെ 8 ഇല്ലേ? അപ്പോൾ ഇത് 1 ആയി. 8 + 1 9 ആയി. വെളിയിൽ ആരുണ്ട്? 9. അപ്പോൾ വെളിയിൽ 9, അകത്ത് 9. 9 - 9 0. സോ അതിൻ്റെ ആൻസർ 0. ഓക്കെ അല്ലേ? എളുപ്പമാണ്, പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തായിട്ട് വരാം. എന്താണ്? നോക്കിയേ, കുറേ ഇംഗ്ലീഷൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ ഇംഗ്ലീഷ്? ഓഫാണ് ഇംഗ്ലീഷ്. ശരിയല്ലേ? അപ്പോൾ എന്താണ് ഓഫ്? നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എവിടെ ഓഫ് വന്നോ ഓഫിനെ മാറ്റി ഇൻറ്റു ആക്കി കൊടുക്കുക. ഓഫ് മീൻസ് ഇൻറ്റു എന്നാണ് അർത്ഥം. 3/3 എന്ന് പറഞ്ഞാൽ 3 × 3 എന്നാണ്. അപ്പോൾ നമുക്ക് ആ ഓഫിനെ മാറ്റി ആദ്യം 3 ആക്കി എഴുതാം, ഇൻറ്റു ആക്കി എഴുതാം. ഇങ്ങനെ എഴുതും നമ്മൾ. ഒന്ന് പറഞ്ഞേ. 3+ എന്നല്ലേ? 3+ എഴുതുന്നു. പിന്നെ എന്തുണ്ട്? 3 ഓഫ്, അവിടെ ഇൻറ്റു കൊടുക്കുന്നു, 3 ÷ 3 കൊടുക്കുന്നു. വീണ്ടും ഓഫ്, അവിടെ ഇൻറ്റു കൊടുക്കുന്നു, 3 × 3. ക്ലിയർ ആയില്ലേ? എവിടേക്ക് ഓഫ് വന്നോ ഓഫിനെ അങ്ങ് മാറ്റിട്ട് ഇൻറ്റു കൊടുക്കുന്നു, കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? 3/3 ആദ്യം ചെയ്യുമല്ലേ? 3/3 ആവാൻ ശരിയല്ലേ? ഇനി ബാക്കി നോക്കിയേ. ഇനി ഇതെല്ലാം ഇൻറ്റു അതൊരുമിച്ചൊക്കെ ചെയ്യാം. 3 × 3 3 × 1 3 × 3 9 × 3 27. ദാറ്റ് ഈസ് ഫ്രണ്ടിൽ 3 ഉണ്ട്. 3 + 27 ദാറ്റ് ഈസ് = 30. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻ സിമ്പിളാണെന്ന് വിചാരിക്കരുത്. ബോഡ്മാസിൽ നിന്നൊരു മാർക്ക് പോയാൽ പിന്നെ നമുക്ക് ചത്ത പോലെ ആയിരിക്കും. കാര്യം നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർക്കാണ് ബോഡ്മാസിലെ ക്വസ്റ്റ്യൻ. ആ ബോഡ്മാസിലെ മാർക്ക് നമുക്ക് ഏതെങ്കിലും കാരണം കൊണ്ട്, നമ്മൾ അശ്രദ്ധ കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള മാനസിക വിഷമമായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുണ്ടാവരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ചെയ്ത് കളയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണേ. നമുക്ക് നോക്കാം. നോക്കിയേ, ഇതിൽ ഡിവിഷനാണ് ആദ്യം ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ചേ, 1/2/1/2 ഇതെല്ലാം നമ്മൾ ആദ്യം ചെയ്യുന്ന. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 5/5 ഒന്നല്ലേ? 6/6 ഒന്നല്ലേ? 7/7 ഒന്നല്ലേ? 100/100 ഒന്നല്ലേ? എങ്കിൽ 1/2 ÷ 1/2 1/2/1/2 അത് ഒന്നായിരിക്കും. അത് ഇതെന്തായിട്ട് മാറും? ഇത്രയും പോർഷൻ അങ്ങ് ഒന്നായിട്ട് മാറും. അപ്പോൾ ഹാഫ് + 1 എന്ന് മാറും. ശരിയല്ലേ? ഹാഫ് + 1. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഹാഫ് + 1 എന്ന് പറയുന്നത്? 1/2 + 1. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ക്രോസ് ചെയ്യും. മിക്സഡ് ഫ്രാക്ഷൻ ആയി ചെയ്യാൻ വിടുക, അത് നമുക്ക് എങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെ ക്രോസ് ചെയ്യും. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു മിഡിൽ +ഓ - വന്നാൽ ക്രോസ് ചെയ്യും. സോ താഴെ 1 കൊടുക്കും, ക്രോസ് ചെയ്യും. നോക്കിയേ, 1 × 1 1 പ്ലസ് ആണ് മിഡിൽ. 2 × 1 2 2 × 1 2 ദാറ്റ് ഈസ് 3/2 എന്ന ആൻസർ കിട്ടും.
ഓക്കെ അല്ലേ? ആൻസർ നോക്കി തയ്യപ്പെട്ടു, അതിവിടെ കിടപ്പുണ്ട്. എളുപ്പമല്ലേ? അപ്പോൾ അതൊരു ഐഡിയ അല്ലേ? ഇനി നമുക്ക് അടുത്തിലോട്ട് വരാം. നോക്കിയേ, ഇവിടെയും സെയിം നോക്കിയേ, 4/7/4/7. ഇത് പഠിച്ചാൽ പിന്നെ നമുക്ക് എളുപ്പമാണ്. 4/7/4/7 1 അല്ലേ? 1 × 4/7. 1 കൊണ്ട് ഏത് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആ നമ്പർ കിട്ടില്ലേ? 1 × 10 10, 1 × 100 100. സോ 1 × 4/7 4/7 തന്നെ ആൻസർ കിട്ടും. സിമ്പിൾ കോൺസെപ്റ്റ് കിട്ടിയ പിന്നെ സിമ്പിളാണ്, ഒന്നുമില്ല. പക്ഷേ കുറേ ക്വസ്റ്റ്യൻ ചെയ്താൽ ഈ ലോജിക്ക് മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ലോജിക്ക് എക്സാം ഹാളിൽ ക്ലിക്ക് ആവും. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ക്രോസ് ഒക്കെ അതായത് എന്ത് ചെയ്യും, നമ്മൾ 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാൻ വന്നു, നമ്മൾ എന്ത് ചെയ്യും, റെസിപ്രോക്കലിന് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഇൻറ്റു ആക്കി 7/4 ഇടും, സമയം പോവും. കിട്ടില്ല എന്നല്ല, സമയം പോവും. അപ്പോൾ അത് കളയരുത്. ഇവിടെ നോക്കാം നമുക്ക്. ഇവിടെ എന്താ, ഇതല്ലേ നമ്മൾ ആദ്യം ചെയ്യുന്ന ഡിവിഷൻ, ബാക്കിയെല്ലാം നമുക്ക് അതുപോലെ എഴുതാം. നമുക്ക് നോക്കാം. 3/4 ഞാൻ അതുപോലെ എഴുതി, ഇൻറ്റു 2/5 അതുപോലെ എഴുതി. 2/5 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാനല്ലേ, ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കും. എന്നിട്ട് ഈ രണ്ടാമത്തെ ഫ്രാക്ഷൻ എങ്ങനെ എഴുതും, തിരിച്ചെഴുതും. ഇവിടെയൊക്കെ ചിലത് സിമ്പിളാണെന്ന് കരുതുന്നവരും ചിലർക്ക് ഒരുപാട് സംശയങ്ങളായിട്ടുണ്ടാവും. ഞാൻ മാക്സിമം ക്ലിയർ ചെയ്ത് പറയുന്നുവെങ്കിലും സംശയം ചോദിച്ചോണം, എപ്പോഴും പറയണം, സംശയം ചോദിച്ചോണം. എന്ത് ചെയ്തു, ഡിവിഷൻ മാറ്റി ഇൻറ്റു ആക്കി തിരിച്ചെഴുതി, ഇൻറ്റു 2/7. അതൊന്നും മാറ്റി എഴുതരുത്, കാര്യം ഹരണം വന്നാലേ തിരിച്ചിട്ട് ഗുണിക്കുള്ളൂ. ഇവിടെ ഒന്നും ഹരണമില്ല, ഇവിടെ മാത്രമേ ഹരണമുള്ളൂ. തിരിച്ചിട്ട് ഗുണിച്ചു, അതായത് 5/3 എഴുതി ഗുണിച്ചു. ഒന്ന് നോക്കാം. നോക്കി, ഈ 5 ഈ 5 ഞാൻ വെട്ടി, ഈ 3 വെട്ടി. എപ്പോഴും മുകളിലും താഴെ മാത്രമേ വെട്ടാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി നല്ല ചോദിക്കുക, ഈ 2 × എത്രയാവും, 4 ആവും. സോ 2 × 4, ആ 4ഉം ഈ 4ഉം കട്ടായി പോയില്ലേ, ഒറ്റ സ്റ്റെപ്പ് വെട്ടിയതാണ്. 2 × 4, ആ 4 ഈ 4ഉം വെട്ടിപ്പോയി. ഇനി നോക്കിയേ, നമ്മൾ നോക്കുമ്പോൾ ഒരു 7 മാത്രമേ ഉള്ളൂ. മിക്കവാറും പേരും 7 എന്ന ആൻസർ എഴുതും. തെറ്റാണ്. എന്താ തെറ്റ്, ആ 7 കിടക്കുന്നത് ഛേദത്തിലാണ്, ഡിനോമിനേറ്ററിലാണ്. മുകളിൽ ഇനി 1 ഉള്ളൂ. സോ 1/7 ആണ് ആൻസർ. നിങ്ങൾ സാധാരണ വരുന്ന തെറ്റാണ് ഞാൻ പറഞ്ഞത്. 7 കണ്ടുകൊണ്ട് പെട്ടെന്ന്, പക്ഷേ ഈ ഓപ്ഷനിൽ 7 ഇല്ല. 7 ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പേര് തെറ്റിക്കാൻ സാധ്യത ഉള്ള സാധനമാണ്. അവർ ഓപ്ഷനിൽ 7 കൊടുക്കാൻ മറന്നുപോയതായിരിക്കാം. നോർമലി അത് കൊടുക്കേണ്ടതാണ് PSC സംബന്ധിച്ച്. അപ്പോൾ 7 എഴുതാൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 7 കണ്ടിട്ട് നമ്മൾ 7 എന്നങ്ങ് എഴുതും, പക്ഷേ 1/7 ആണ്. ഇത്രയും ഞാൻ ക്ലിയർ ആയി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കണു. സ്പീഡ് കൂടിപ്പോയി എന്ത് പ്രശ്നം എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പറയുക, ഞാൻ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നോക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ഇനി ബാക്കി ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അപ്പോൾ 7 × 13, 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാണ് ചോദ്യം. 2x² - 3x - 9 എന്ന വാചകത്തിൽ x = 3 നൽകിയാൽ കിട്ടുന്ന വില എന്താകും? ഒന്നുമില്ല, ക്വസ്റ്റ്യൻ എഴുതുക. നോക്കിയേ, 2x² - 3x - 9 അല്ലേ? എന്ത് ചെയ്യും, എക്സിന് പകരം 3 കൊടുക്കും. എന്തൊരു നോക്കിയേ, 2 × x ന് പകരം 3 കൊടുക്കും, 3ന്റെ സ്ക്വയർ, മൈനസ് 3 × x ന് പകരം 3 കൊടുക്കും, 3 -9. ഒന്നുമില്ല, എക്സിനെ എടുത്തങ്ങ് മാറ്റിയിട്ട് പകരം ആരെ വെച്ച് കൊടുക്കുന്നു, 3 വെച്ച് കൊടുക്കുന്നു. ഇനിയാണ് നമുക്ക് പറയാനുള്ളത്, ഇനിയാണ് BODMAS അപ്ലൈ ചെയ്യാൻ പോകുന്നത്. BODMAS അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ പഠിച്ച എന്താ, ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ബ്രാക്കറ്റ് ഇല്ല. പിന്നെ രണ്ടാമത്തെ O എന്തായിരുന്നു, അത് ഓർഡർ ആയിരുന്നു. ഓർഡർ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, പവർ റൂട്ടൊക്കെ വരുന്നുണ്ട്. ആ പവർ വന്നിട്ടുണ്ടോ, ഈ സ്ക്വയർ കിടപ്പുണ്ട്. അപ്പോൾ ആദ്യം അതേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലർ നമ്മൾ കുറച്ച് പേർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഇപ്പോൾ 2 × 3² എന്ന് കിടന്നാൽ ചിലർ എന്ത് ചെയ്യുന്ന അറിയാമോ, 2 × 3 ചെയ്യും, 6 എന്ന് എഴുതും, 6² എഴുതും, 36 എന്ന് കണ്ടുപിടിക്കും. കണ്ടോ, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് നാണക്കേടോ തെറ്റോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ, ഞാൻ പറയുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് പറഞ്ഞേക്കാം, ഞാൻ ഇങ്ങനെയാണ് പഠിച്ചിരുന്നതെന്ന്, അങ്ങനെ ഞാൻ എങ്ങനെയാണ് പഠിച്ചു വെച്ചിരുന്നത്, അങ്ങനെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി എന്ന് നിങ്ങൾക്ക് താഴെ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെയുള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മൾ ക്ലാസ്സിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് ചെയ്യാതിരിക്കാനാണ് എന്ന് പറയുന്നത് BODMASൽ ഈ ഓർഡറിൻ്റെ കേസ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, നിങ്ങൾ പുരുഷ താഴെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നണ്ട, ഇനി നമ്മൾ ആവർത്തിക്കാതിരുന്നാൽ മതി. അതിനാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു നാണക്കേടും വിചാരിക്കരുത്. കൃത്യമായിട്ട് ഡൗട്ടുകൾ ചോദിക്കുകയും വേണം. സോ നോക്കിയോ, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഭയങ്കര തെറ്റാണ്, വലിയ തെറ്റാണ്, ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തേ ചെയ്യാൻ പാടുള്ളൂ, ആദ്യം ഈ പവർ ചെയ്യണം. അതാണ് നമ്മൾ ഓർഡർ പഠിച്ചത്. ഓർഡർ ചെയ്തിട്ടേ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഗുണനം ചെയ്യാൻ പാടുള്ളൂ. സോ 3ന്റെ സ്ക്വയർ ആദ്യം ചെയ്യും, എന്ത് വരും, 9 എന്ന് വരും. സോ 2 × 9 മൈനസ് 3 × 3 ചെയ്യും, 9 -9. നോക്കിയേ, 2 × 9 18 അല്ലേ? ഇനി ചിലരുണ്ടെന്ന് അറിയാമോ, ഈ -9 വെട്ടിക്കളയാൻ പറ്റുമോ? പറ്റില്ല. കാര്യം എന്താണ്, -9 രണ്ടും ഒരേ ചിഹ്നമാണ്, വെട്ടാൻ പറ്റില്ല. ഇനി ആലോചിച്ച് നോക്കിയേ, -9 -9 2 × 18 18 -9 9 -9 0. ആൻസർ 0. കണ്ടോ, ശരിയല്ലേ? എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഇതിലേക്ക് വരാം, നോക്കാം നമുക്ക്. ന്യൂമറേറ്റർ നമ്മൾ എങ്ങനെ ചെയ്യും? ന്യൂമറേറ്ററിൽ നമ്മൾ ആദ്യം ഹരണം ചെയ്യണമെന്നല്ലേ? അപ്പോൾ ഇത് ആദ്യം ചെയ്യും. എത്ര, 7/7 1. ശരിയല്ലേ? അപ്പോൾ ഇതങ്ങ് 1 ആയി പോയില്ലേ? ബാക്കി പറഞ്ഞേ, 7 + 7 14, 14 + 1 15. അപ്പോൾ മുകളിൽ ആര് വന്നു,
15 വന്നു. താഴെ ചെറിയ വ്യത്യാസമുണ്ട്. ഹരണം കൊണ്ട് നമുക്ക് ആദ്യം ഹരണം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ബ്രാക്കറ്റ് കിടക്കുകയാണ് ആ ബ്രാക്കറ്റ്. അപ്പോൾ ബ്രാക്കറ്റിലുള്ള ആദ്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ 7 + 7 14, 14 + 7 21. അപ്പോൾ 21 ആദ്യം കിടക്കും. കണ്ടോ? ഡിവൈഡ് ബൈ ആര്? ഡിവൈഡ് ബൈ 7. സോ 21/7 എന്ന് പറയുന്നത് 3 ആയിട്ട് മാറും. അപ്പോൾ 15/3 എന്ന് പറഞ്ഞ ആൻസർ 5. ഇതാ 5. ഓക്കെ അല്ലേ? 15 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. 15 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മൾ ഒരുപാട് ഗ്യാപ്പ് എടുത്തിട്ട് ആദ്യത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വ്യൂസൊക്കെ വളരെ കുറവായിരിക്കും. അതൊന്നും നമുക്കൊരു വിഷയമല്ല. നിങ്ങൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് നമ്മൾ ക്ലാസ്സിന് ഒരു കാരണവശാലും ബ്രേക്കില്ലാതെ ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പഠിച്ചെടുക്കാം. നമ്മൾ സമയം എടുത്തുകൊണ്ട് പതിയെ സമയമെടുത്ത് നമ്മൾ എല്ലാ ടോപ്പിക്കും പഠിച്ചെടുത്ത് തന്നെ മുമ്പോട്ട് പോകും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് ഇടയ്ക്ക് 2-3 ടോപ്പിക്ക് ആകുമ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. എങ്കിലും നമ്മൾ പഠിച്ച് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ടയ്ക്ക് മുമ്പോട്ട് പോകുക തന്നെ ചെയ്യാം. ഒരാളാണെങ്കിൽ ഒരാൾ നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ. സോ അപ്പോൾ നമുക്കിതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് കഴിഞ്ഞിട്ടില്ല. ബോഡ്മാസ് ഇനി ഒരു പാർട്ടോടെ ചെയ്യാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് ഡേ ആ ഒരു പാർട്ടോടെ ചെയ്യുമ്പോൾ ബോഡ്മാസിൻ്റെ ടോപ്പിക്ക് കഴിയും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഇവിടെ വർക്കൗട്ട് ചെയ്യും. നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും, ഗ്രൂപ്പിലായിരിക്കും ഇടുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരിക. ഞാൻ ആ ഗ്രൂപ്പിലേക്ക് അത് ഷെയർ ചെയ്യും. നിങ്ങൾ എല്ലാവരും കൂടെ വർക്കൗട്ട് ചെയ്ത് പരസ്പരം ഡിസ്കസ് ചെയ്ത് അങ്ങനെ മാത്രമേ കൂട്ടായ പരിശ്രമത്തിൽ കൂടെ നമ്മൾ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഡിസ്കസ് ചെയ്ത് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ.